നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം മത്തങ്ങായും പരിപ്പും കൂടെ ഒരു ഒഴിച്ച് കറി. നല്ല രുചികരമായ ഈ മത്തങ്ങ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 100 ഗ്രാം പരിപ്പ് നന്നായിട്ട് കഴുകി 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി ഒരു കുക്കറിലേക്ക് ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേകാൻ വെക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല എരിവുള്ള 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. ഒരു 4-5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവോള അരിഞ്ഞിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചിട്ട് കൊടുക്കാം. 250 ഗ്രാം മത്തങ്ങ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. 100 ഗ്രാം പരിപ്പിന് 250 ഗ്രാം മത്തങ്ങ മതിയാവും. ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം, പോരാത്ത പക്ഷം ചേർത്തി കൊടുക്കണം. ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മത്തങ്ങായും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേ ഏകദേശം ഒന്ന് ഉടഞ്ഞ്, ഇനി ഉടച്ചൊന്നും കൊടുക്കണ്ട, ഇതേപോലെ കഷ്ണങ്ങളായിട്ട് കിടക്കട്ടെ. ഇത്രയും ഗ്രേവിയും മതി. ഇനി ഇത് തണുത്ത് കഴിയുമ്പം ഒന്നുകൂടെ കുറവും. പരിപ്പല്ല, ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു പാൻ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ 2-3 ചുമന്നുള്ളി വട്ടവരിഞ്ഞിട്ട് കൊടുക്കാം. ചുമന്നുള്ളി ഒന്ന് നിറം മാറി വന്നാൽ 3-4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതേപോലെ നിറം മാറി വരുമ്പം തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ നഷ്ടപ്പെടാതെ തന്നെ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കറി എളുപ്പം അടച്ചു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നല്ല രുചികരമായ മത്തങ്ങ പരിപ്പ് കറി റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് അറിയിക്കാനും മറക്കല്ലേ.